നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. വിജി, ഇതാണ് അയാളുടെ ഓഫീസ്. അകത്തേക്ക് പോവാം. വാ. വരൂ. നമസ്കാരം അരവിന്ദൻ സാറേ, എന്തൊക്കെയുണ്ട്? വാ പ്രിയേ, എനിക്ക് സുഖാ, നിനക്കോ? ആ, സുഖം തന്നെ സർ. ഇരിക്കും മോളെ. വിജി, ഇരിക്കും മാഡം. സർ, ഇവരുടെ പേര് വിജയലക്ഷ്മി എന്ന്. തേക്കടിന്ന് 2 ദിവസം മുമ്പ് വന്ന് ചെന്നൈയിൽ സെറ്റിൽ ആയതാ. എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിലാ താമസിക്കുന്നത്. സിംഗിൾ പാരന്റ്. ഇവരുടെ മോളുടെ പഠിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പൈസ ചെലവുണ്ട്. അർജന്റായിട്ട് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ തന്ന വലിയ ഉപകാരമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യാ? ഞാൻ കുറച്ച് നാളായിട്ട് ഫൈനാൻസ് പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുക. എന്റെ മോളുടെ കല്യാണോ വലിയ കുടുംബത്തിലേക്കാ. ഒരുപാട് ചെലവുണ്ട്. ഇപ്പോ കൊടുത്തൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിനക്ക് തന്ന കാശ് തിരിച്ച് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി നീ അതുകൊണ്ട് വന്നിരിക്കുകയാണെന്നാ. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിങ്ങളെ വിശ്വസിച്ചാ വന്നേ. സോറി മോളെ, തെറ്റിദ്ധരിക്കരുത്. എന്റെ സിറ്റുവേഷൻ അങ്ങനെയാ. നീ വേറെ ആരുടെങ്കിലും ചോദിച്ചു നോക്ക്. ശരി സർ, വരട്ടെ. പോയിട്ട് വാ മോളെ. ശരി മാഡം. വിജി, വിഷമിക്കണ്ട. നമുക്ക് വേറെ എവിടെന്നെങ്കിലും ശ്രമിച്ചു നോക്കാം. തീർച്ചയായിട്ടും കിട്ടും. പഠിപ്പിന്റെ കാര്യമാണെന്ന് അറിയുമ്പോ ആരെങ്കിലും സഹായിക്കാനുണ്ടാവും. ഇല്ല പ്രിയ, എനിക്ക് പണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ശരി, അത് വിട്. ഞാൻ പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കാം. എന്താ വിജി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. നീ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷെ നീ നിന്റെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട്... ആദ്യത്ര പറയാനെന്താ? ഇന്ന് ഞായറാഴ്ചയല്ലേ, കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് നിലയും കൂട്ടി പാർവതി ക്ഷേത്രം വരെ ഒന്ന് പോയാലോ? അവിടെ എന്താ പ്രിയ? അവിടുത്തെ അമ്പല കമ്മിറ്റി ചെയർമാനെ എനിക്ക് നല്ല പരിചയമുള്ളതാ. ഈ കാര്യം പറഞ്ഞാ തീർച്ചയായിട്ടും സഹായിക്കും. അയാൾക്ക് ഒരുപാട് ട്രസ്റ്റുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് നിലയുടെ അഡ്മിഷന് സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് മോളെയും കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ നേരിട്ടൊന്ന് കണ്ടാ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഞാനും ഹസ്ബൻഡും അമ്പലത്തിൽ പോകുന്ന സമയത്താ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഓ, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പരിഹാരമൊക്കെ ചെയ്തതാ. നല്ല മനസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം. ശരി പ്രിയ, എന്നാ പോ. ശരി. പോവാം നമുക്ക്. ഇവിടെ തന്നെയല്ലേ? വാടാ വാടാ. അമ്മ ഒരു മിനിറ്റ്. ചേച്ചിയെ കാണണമെന്നുള്ള ആവേശത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു. ഏട്ടത്തി ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്. നമ്മളെ ഏട്ടത്തി കണ്ടാലുണ്ടല്ലോ, വിജയെ കാണാൻ വന്നാണെന്ന് അറിഞ്ഞാൽ നമ്മളൊരു വഴിയാക്കും. അവളോട് പോവാൻ പറയടാ. ഒരമ്മയുടെ സ്നേഹം എന്താ നമുക്കറിയോ? ഇത്രയും കാലമായിട്ട് മോളെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വേദന എനിക്കേ അറിയൂ. നീ വാടാ. അവളുടെ കണ്ണി പെടാതെ വിജയം കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് വേഗം വീട്ടിൽ പോവാം. ആഹാ, നല്ല ആഗ്രഹം. അമ്മ വിളിച്ച ഉടനെ ചേച്ചി ഓടി അമ്മയുടെ കൂടെ അങ്ങ് വരും. അമ്മയ്ക്ക് വട്ടുണ്ടോ? അല്ലെങ്കിൽ അവൾക്ക് വലിയ ദേഷ്യ. അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ, നീ വന്നേ. അമ്മ എന്തിനാ സാരിയൊക്കെ പതിച്ചോണ്ട് പോകുന്നത്? നമ്മൾ കൊള്ളടിക്കാൻ പോവാണോ? ലാവണ്യ കാണാൻ പാടില്ലല്ലോടാ, അതിനാ.
കുറച്ചു മുമ്പ് വലിയ വാചകം അടിച്ചല്ലോ, ഇപ്പൊ അകത്തേക്ക് വേഷം മാറി പോവാണല്ലേ. അപ്പൊ ഞാനെന്ത് ചെയ്യാ? എടാ നിന്റെ അടുത്ത് കർച്ചീഫ് ഇരിക്കില്ലേ, അതെടുത്ത് തലേ കെട്ട്. ഇതുപോലെ വാ വാ. മോളെ മേഡം പറയൂ മേഡം, എന്താ നോക്കുന്നത്? ചുരിദാറാണോ സാരിയാണോ? സാരിയും ചുരിദാറൊന്നും വേണ്ട, അത് കാണിച്ചു തരുന്ന വിജയലക്ഷ്മി എന്ന് കാണണം. വിജയലക്ഷ്മിയോ? അതെ ചേച്ചി, ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് കയറുന്നില്ലേ, തേക്കടിന്ന് വന്നില്ലേ ആ കുട്ടി. ശരി, ഒരു മിനിറ്റ് നിക്ക. എടി ഭാമേ, എന്താ? ആ വിജയലക്ഷ്മി വന്നിട്ടുണ്ടോ? ഇന്നലെ ജോയിൻ ചെയ്തില്ലേ? അവര് ഹാഫ് ഡേ ലീവ് എടുത്തിരിക്കുക, ഉച്ചയ്ക്ക് ശേഷം വരൂ. ഓ ശരിയടി. മേഡം, അവർ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുള്ളൂ. എന്താടാ ഇത്? ഇന്ന് എങ്ങനെയെങ്കിലും നമുക്ക് അവളെ ഒന്ന് കാണണം. നമുക്ക് ഉച്ചവരോട് വെയിറ്റ് ചെയ്താലോ അമ്മേ? ഒന്ന് ചുമ്മാതിരിക്കടാ. വിജയലക്ഷ്മി കാണണോ എനിക്ക്? അല്ല മോളെ, അവളുടെ വീടിന്റെ അഡ്രസ് എങ്ങാനും? ഞങ്ങൾക്കൊന്നും അറിയില്ല മേഡം. ആ വെള്ളഷർട്ടുകാരനില്ലേ, അയാളോട് ചോദിച്ചാ പറയും. ആരാ അത്? അയാളാണ് ഈ കടയുടെ ഓളിനോള്, സന്തോഷ് മാധവൻ. ഓ, എന്നാ ശരി, പോവാമ്മേ. വാടാ. ദേ, അവിടെ നിൽക്കണുണ്ട്. എങ്ങനെയെങ്കിലും അവളുടെ അഡ്രസ് ആ വാങ്ങാം. ശരി അമ്മേ. എടാ, അയ്യോ ഏട്ടി. ഇനിയിപ്പോ എന്താണ് ചെയ്യുന്നത്? പോവാമേ. അമ്മ കാരണം ഇപ്പൊ ഞാനും കുടുങ്ങുന്ന തോന്നുന്നു. ഏട്ടത്തി ഇങ്ങോട്ട് വരില്ല ദൈവമേ. എന്തിനാ ഇവിടെ വന്നത്? അത് പിന്നെ ഏട്ടത്തി ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അതിനൊരു സാരി വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. സാരിയായി നോക്കുന്നത്. ശിവ, നിന്റെ അഭിനയം നിർത്ത്. എന്താ ഈ കാണിച്ചിരിക്കുന്നെ? എന്തിനെ കുറിച്ച് ഏട്ടത്തി ചോദിക്കുന്നേ? തലയില് സാരി, കർച്ചീഫ്, ഇതെല്ലാം കൊണ്ട് മറച്ചാ എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ലെന്ന് കരുതിയോ? നിങ്ങൾ രണ്ടാളും ഞാനൊരു മരക്കഴുതിയാണെന്ന് വിചാരിച്ചോ? അതിരിക്കട്ടെ, രണ്ടുപേരും എന്തിനാ ഇവിടെ വന്നേ? തുണിക്കടയിൽ എന്തിനാ എടുത്ത് വരിക? തുണി എടുക്കാൻ തന്നെ. ഇത് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ചാ ഞങ്ങള് പെട്ടെന്ന് പോവും അല്ലേ അമ്മേ? വിജയലക്ഷ്മിയെ കാണാനല്ലേ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നേ? ഇല്ല എടുത്തി, ആരോ എടുത്തി തെറ്റിദ്ധരിപ്പിച്ചാന്നാ തോന്നുന്നു. ശിവ, എന്റെ ക്ഷമ നീ ഇവിടെ വെച്ച് പരീക്ഷിക്കരുത്. എടോ,